ആഷാഢം പാടുമ്പോൾ എന്നുള്ള പാട്ട് ജസ്റ്റ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ലിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോയൊരു പാട്ട്. അത് ട്രാക്കല്ല, അത് സ്ട്രെയിറ്റ് എൻ്റെ ശബ്ദത്തിൽ വരാൻ വേണ്ടി പാടിയതാണ്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാ. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാഷ് അത് എന്നെ കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു പാട്ടാണ്. ഈ ഒറ്റ പാട്ട് കിട്ടിയാലും മതിയായിരുന്നു. അതെ, പക്ഷെ അത് നമ്മുടെ വിധി എന്ന് പറയുന്നു. ഭയങ്കര രസമുള്ള സാധനം. ആ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പിന്നെ മോഹൻ സിത്താര എന്നെ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഞാൻ ബാലുവിനെ പരിചയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പ്രോഗ്രാമിലാണ്. എണ്ണക്കറുപ്പിന്നേഴഴക്, അതെ, എന്റെ കൺമണിക്കോ നിറയഴക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ ഒന്നായി മാറിയത്. അല്ല, ഇന്നലെ എന്താ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പാട്ട് എന്താ പാടാൻ അപ്പൊ അത് പാടിച്ചിട്ട് മാഷ് പറഞ്ഞു, ഇത് എന്താ പറയാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചില്ല. അവർ SP കൊണ്ട് തന്നെ പാടിക്കണമെന്ന്. അങ്ങനെ മാഷ് ഇത് കേൾപ്പിച്ചു, SP ബാലസുബ്രഹ്മണ്യത്തിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് മാഷിനോട്, അത്രയും നമുക്ക് അത് മതിയല്ലോ, ഇതാരാ പയ്യൻ നന്നായി പാടി, എന്തിനാ അത് മാറ്റുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു വന്നു. ട്രാക്ക് ഇങ്ങനെ പാടി വരുന്നൊരു കാലമായിരുന്നു. அதை நீயே தருவாயே அம்மா என்றழைக்காத ഉയിരില്ലയേ. ചിത്രപാട്ടൊരു പാട്ടില്ലേ, അതിന്റെ ട്രാക്ക് ഞാനാ പാടിയത്. മേരി ആവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യവുമാണ്, ഒരു ശാപവുമാണ്. എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുറച്ച് കാലം കൂടി പാടാനുള്ളൊരു വോയിസ് എൻ്റെ അത്രയും എന്താ പറയുക, കുറെ കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. മുറിവേറ്റ പൈകിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ.